ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7 നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 കാണാറുണ്ടോ? ഞാൻ കാണാറില്ല, ബിഗ് ബോസ് കാണാറില്ല. ഇപ്പൊ അതിലിപ്പോ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ആളുടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അവരെ കുറിച്ച് കുറ്റപ്പെട്ട ആവശ്യമൊന്നുമില്ല. അവര് മേബിയറിൽ ജലസ്റ്റിയാണ്, അസൂയ കാരണം ആൾക്കാരൊക്കെ പറയുന്നത്. അവർ അത്ര പ്രശ്നക്കാരിയായിട്ട് എനിക്ക് തോന്നുന്നു. ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഏറ്റവും കൂടുതൽ തെറി കഴിക്കുന്ന ആളാണല്ലോ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നത്. അവര് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ജയിക്കാൻ സാധ്യതയുണ്ട്. ടോപ്പ് 5 വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ശാരിക എന്നെ ഇന്റർവ്യൂ ആളെങ്ങനെയുണ്ട് ശരിക്കും? അവര് ഡബിൾ സ്റ്റാൻഡ് കാണിച്ചു. അവര് ആദ്യം ഒരു വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ല, പക്ഷെ മോഹൻലാലെ കണ്ടപ്പോ പറഞ്ഞു ഇത് എന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. ആള് വളരെ ബോൾഡ് ഒക്കെയാണ്, എനിക്കറിയാവുന്ന ആളാണ്, എന്നെ മൈത്രിയുള്ള ഇന്റർവ്യൂ ആളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കോണ്ടസ്റ്റന്റ്സിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് അറിയില്ല, എനിക്ക് പല ആൾക്കാരെ അറിയില്ല. അറിയാവുന്ന ആൾക്കാർ 3-4 പേരൊക്കെ ഉള്ളൂ. കപ്പടിക്കാൻ ചാൻസ് ഉള്ള ആരെങ്കിലും? എനിക്കിപ്പോ തോന്നുന്നത് രേണു സുധി തന്നെയാണ്. ഇനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പെരേര കയറുമെന്ന് അറിയില്ല. ഞാൻ അതോ ചോദിക്കാം, വൈൽഡ് കാർഡിന്റെ അണ്ണൻ കയറും എന്നുള്ളൊരു? അല്ല, ഞാൻ കയറാൻ സാധ്യതയില്ല. താല്പര്യമില്ലല്ലോ? താല്പര്യമില്ല, സാധ്യതയില്ല. അല്ല, താല്പര്യം ഇല്ലാത്തത് ഫാമിലി ഇതുള്ളത്. നോക്കട്ടെ വരികയാണെന്ന് നോക്കാം, അപ്പൊ തീരുമാനിക്കാം. പിന്നെ ഇപ്പൊ അനുമോളുണ്ട്. അനുമോളെ പറ്റി എന്താണ്? അനുമോളെ എനിക്ക് അറിയില്ല. എനിക്ക് എന്റെ പെരേര ആരാന്ന് ചോദിച്ചു, അങ്ങനെ ചോദിച്ച ആളല്ലേ. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാർ അധികം അറിയില്ല. ഇപ്പൊ ഈ രേണു സുധി സിമ്പതി കൊണ്ട്, സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിമ്പതി കൊണ്ട് വോട്ട് കിട്ടാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു PR വർക്ക് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, അത് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് അവരെ കുറിച്ച് സിമ്പതിയുടെ പുറത്ത് കപ്പടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയം കണ്ടെത്തുക എന്നുള്ളത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അവരെ കുറിച്ച് അധികം സ്റ്റഡി ചെയ്തില്ല. ഞാൻ ആളെ കുറിച്ച് മൊത്തത്തില് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ അവരങ്ങനെ ചെയ്യണ്ടോ ഇല്ലോ എനിക്കറിയില്ല. ഇപ്പൊ ചില ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആൾക്കാർ ഇമോഷണൽ ആകാൻ പറയും, കരയാൻ പറയും. അത് വളരെ മോശമാണ്. നാച്ചുറലായിട്ട് കരയാൻ കുഴപ്പമില്ല. ഇത് ആർട്ടിഫിഷ്യലായിട്ട് കരയണല്ല എന്താ പല മീഡിയയിലാണ് പറയാനുണ്ട്. എനിക്കതിന് യോജിപ്പില്ല. സെന്റിമെന്റ്സ് ഒരിക്കലും കൊമേഴ്ഷ്യലൈസ് ചെയ്യരുത്. ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ അലിൻ ജോസ് പെരേര കയറാൻ നാളെ ഒരിക്കൽ പറയുന്നത് എന്റെ ഫാദർ 50 വയസ്സായിട്ടുള്ളൂ, ഏപ്പാൻ തട്ടി പോകാൻ, പുള്ളിക്ക് സ്വത്ത് കിട്ടും. 2 ആഴ്ചയുടെ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നത് പുള്ളി അച്ഛനെ കാണാൻ പറ്റാന്ന് കരയുന്നു. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പുള്ളി ടിപ്പിക്കൽ 2K കിട്ടാണ്. ഇപ്പൊ ഞാൻ അറിഞ്ഞത് അയാളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അയാൾക്ക് വേറെ പല കാര്യത്തിലും കാശലുണ്ട്, പക്ഷെ സ്വന്തം അമ്മൂമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലവർ. ടിപ്പിക്കൽ 2K കിട്ടാണ്. വളരെയധികം ജലസ്റ്റി, സെൽഫിഷ്നെസ് എല്ലാം. പോണെന്ന് പ്ലാൻഡ് ആയിരുന്നു, ചർച്ച ചെയ്യുന്ന പ്രശ്നം പറഞ്ഞുകൊണ്ടാ പോകാതെന്ന്. അതിനെക്കുറിച്ച് ഞങ്ങൾ നെറ്റ്വൂറിൽ കണ്ടപ്പോ ഏതോടത്തിന് വീഡിയോ ഇട്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ പറയുന്നത് പോയില്ല, പക്ഷെ പോകാത്തതാണ് പ്രശ്നം പറഞ്ഞുകൊണ്ടാ പോകാതെ. പോകാൻ വേണ്ടി, പക്ഷെ അവിടെ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ടാ പോകാതെന്ന്, അല്ലെങ്കിൽ പോയാണ്. അപ്പൊ അലിൻ ജോസ് പെരേര വൈൽഡ് കാർഡിൽ കയറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നേരത്തെ അതിനു മുമ്പ് പറഞ്ഞു പുള്ളിക്ക് എന്തോ മെന്റൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളവര് മെന്റൽ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പുള്ളിക്ക് ബുദ്ധിപരമായിട്ട് എന്തോ പല ആൾക്കാർ ഡൗൺ സിൻഡ്രോം പറയുന്നുണ്ട്. വെറുതെ അണ്ണൻ തല്ലാൻ വരാന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. ബേസിക്കലി അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇപ്പൊ കുറച്ച് ആ ഫെയിം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്, ഫെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രശ്നം വരുന്നുണ്ട്. പണ്ടത്തെ റിയാക്റ്റീവ്, പണ്ട് വീട്ടിൽ മാത്രമേ റിയാക്റ്റീവ്. പുള്ളി വീട്ടിൽ പ്രശ്നമായി, പക്ഷെ പുറത്ത് മാനിനായി. ഇപ്പൊ പുറത്ത് പ്രശ്നമായിരിക്കാം.